ഇസ്രായേൽ നഗരങ്ങളെ വിറപ്പിച്ചുകൊണ്ട് വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ട്രൂ പ്രോമിസ് എന്ന് പേരിട്ട ഓപ്പറേഷന്റെ ഭാഗമായി ഇത് 9ാം തവണയാണ് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം. ടെൽ അവീവിലേക്ക് വീണ്ടും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. പലഘട്ടമായ ആക്രമണം തുടരുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ മിസൈലുകൾ തടഞ്ഞതായി ഇസ്രായേൽ അറിയിച്ചു. ടെഹ്റാനിലെ സർക്കാർ TV ആസ്ഥാനത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു. യുദ്ധത്തിൽ പങ്കാളിയാകില്ലെന്ന് US പ്രസിഡന്റ് ട്രംപ് ഗൾഫ് നേതാക്കളെ അറിയിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നില്ലെന്ന് US ഉറപ്പാക്കുമെന്നും ട്രംപ് അറിയിച്ചു. ഇസ്രായേലിൽ നിന്ന് വിദേശികളും സ്വദേശികളും ഉൾപ്പെടെ നൂറുകണക്കിനു പേർ യോട്ടുകളിൽ സൈപ്രസിലേക്ക് പലായനം ചെയ്യുന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈലാണ് ചേരുന്നത്. സുഹൈൽ, നെതന്യാഹുവിന്റെ ഒരു മുന്നറിയിപ്പ് ഭീഷണി എന്ന രീതിയിൽ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഇറാൻ പരമോന്നത നേതാവിനെ തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ്. അതിനുള്ള മറുപടി എന്നോണം ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്ര രൂക്ഷമായ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ദിവ്യ, വലിയ സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ്. രണ്ട് ഭീഷണികൾ. ഒന്ന്, ആയത്തുള്ള അലി ഖാംനായിയെ വധിക്കാനും ഞങ്ങൾ മടിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറയുന്നു. യുദ്ധം പടരാതിരിക്കണമെങ്കിൽ ഖാംനായി ഇല്ലാതെയാകണം എന്നാണ് നെതന്യാഹു പറയുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് കൂടി ടെഹ്റാൻ ഒഴിയണം ജനങ്ങൾ എന്ന് പറയുന്നു. ഏകദേശം 10 ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ടെഹ്റാനിൽ നിന്ന് ജനങ്ങളെല്ലാം ഒഴിഞ്ഞു പോകണം എന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളതാണ് വലിയ ചർച്ചയായി വരുന്നത്. കാരണം ഈ ഒരു യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയാവുകയാണോ, ടെഹ്റാനെ ആക്രമിക്കാൻ അമേരിക്ക ഒരുങ്ങുകയാണോ എന്നതടക്കമുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നു. നേരത്തെ G7 ഉച്ചകോടിയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. നേരത്തെ അമേരിക്കയിലേക്ക് പറക്കുന്ന സാഹചര്യമുണ്ടായി. അതിനു മുമ്പ് ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയം G7 ഉച്ചകോടിയിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. ആ ഒരു പ്രമേയത്തിൽ പോലും ഒപ്പിടാതെയാണ് ഡൊണാൾഡ് ട്രംപ് മടങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണ് എങ്കിൽ നേരത്തെ ഡീലിലേക്ക് പോകണമെന്നും സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും പറയുന്ന ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണോ നടത്തുന്നത് എന്നതടക്കം വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഏതായിരുന്നാലും കഴിഞ്ഞ രാത്രിയിൽ ഇരുഭാഗത്തും വലിയ സംഘർഷമാണ് ഉണ്ടായത്. ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് നിരവധി ഡ്രോണുകൾ, നിരവധി മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ ഇതെല്ലാം പറത്തുന്ന സാഹചര്യമുണ്ടായി. ഇറാൻ്റെ ഔദ്യോഗികമായ ടെലിവിഷൻ ചാനൽ, ദേശീയ TV ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. തത്സമയ സംപ്രേഷണം തടസ്സപ്പെടുന്നു. അതോടൊപ്പം വലിയ നാടകീയമായ നീക്കങ്ങൾക്ക് അത് സാക്ഷിയായി. അവിടെയുള്ള റിപ്പോർട്ടർ പുറത്തേക്കിറങ്ങി ലൈവ് സംപ്രേഷണം തുടർന്നു. എത്ര തന്നെ ആക്രമണം നടത്തിയാലും സത്യം മൂടിവെക്കാൻ സാധിക്കില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തി ചോരയൊലിക്കുന്ന കൈയുമായി ആ റിപ്പോർട്ടർ വീണ്ടും റിപ്പോർട്ടിംഗ് തുടരുന്നത് ലോകമാകെ കണ്ടു. അതോടൊപ്പം വിവിധ കേന്ദ്രങ്ങളിൽ, ടെഹ്റാൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 40-ലധികം വരുന്ന ആളുകളാണ് കൊല്ലപ്പെട്ടത്. 4 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്ത്യക്കാരടക്കമുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റാനുള്ള നീക്കങ്ങൾ സജീവമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 150ഓളം വിദ്യാർത്ഥികളെ ടെഹ്റാനിൽ നിന്നും കുമ്മടക്കമുള്ള ഇറാൻ്റെ വിവിധ മേഖലകളിലേക്ക് മാറ്റി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇസ്രായേലിലേക്ക് ഇറാനിൽ നിന്നും കുറേയേറെ മിസൈലുകൾ കഴിഞ്ഞ ദിവസവും വന്നു. ടെൽ അവീവ്, ഹൈഫ പോലെയുള്ള കേന്ദ്രങ്ങളിലാണ് ഈ മിസൈൽ വീണത്. ഇപ്പോഴും ഇസ്രായേലിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ബങ്കറുകളിലേക്ക് മാറണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇസ്രായേലിലെ ജനജീവിതവും ഇതേപോലെ തന്നെ ദുസ്സഹമാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെയും നമുക്കറിയാം നിരവധി ഇന്ത്യക്കാരുണ്ട്. 20,000-ഓളം ഇന്ത്യക്കാരുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇസ്രായേലിൽ. അവരെയും മാറ്റാനുള്ള സംവിധാനങ്ങൾ നടക്കുന്നു. ജോർദാൻ വഴിയോ അല്ലെങ്കിൽ ഈജിപ്ത് വഴിയോ ഈ 2 അതിർത്തി പ്രദേശങ്ങളിലൂടെ കരമാർഗം പുറത്തേക്ക് കടന്ന് അവിടെ നിന്ന് മാത്രമാണ് വിമാനമാർഗം പുറത്തേക്ക് പോകാനുള്ള അവസരം ഉണ്ടാവുക. 2 പ്രദേശങ്ങളിലെയും ടെഹ്റാനിൽ നിന്നും അതേപോലെ തന്നെ ഇസ്രായേലിൽ നിന്നും വിമാനമാർഗം പുറത്തേക്ക് കടക്കുക എന്നുള്ളത് ഇപ്പോൾ വലിയ റിസ്ക്കാണ്. കാരണം 2 ഭാഗത്തും ഏത് സമയത്തും മിസൈലുകളും യുദ്ധവിമാനങ്ങളും വരാവുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉള്ള ആളുകൾക്ക് ഇപ്പോൾ പുറത്തേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ വളരെ പരിമിതമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഇനി എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വളരെ വേഗം ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സഹായമായി UK യുടെ സംവിധാനങ്ങളും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ
ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇപ്പോഴും ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന നിലപാട് വളരെ വിചിത്രവും വൈരുദ്ധ്യാത്മകമായ കാര്യവുമാണ്. കാരണം ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നു വളരെ വേഗം സമാധാനം വരും, അതേപോലെ തന്നെ ഒരു ഡീലിനു വേണ്ടി ശ്രമിക്കുന്നു, ആണവ കരാർ ഇറാനുമായി ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നു. മറുഭാഗത്ത് ഇസ്രായേലിന് അനുകൂലമായി പ്രസ്താവനകൾ നടത്തുന്നു. ഇത് രണ്ടും ഒരേ സമയം തന്നെ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആണവ കരാറിലേക്ക് പോവുകയാണെങ്കിൽ ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾ ഇറാൻ സ്വീകരിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ഇറാൻ പറയുന്നത് ഞങ്ങൾക്ക് യുറേനിയം സമ്പുഷ്ടീകരണം അത് ഞങ്ങൾ നടത്തും എന്നുള്ളതാണ്. സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമേ അത് ഉപയോഗപ്പെടുത്തൂ, സിവിലിയൻ ആവശ്യങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണം ഞങ്ങൾ നടത്തും എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ അമേരിക്കയും അതേപോലെ തന്നെ ഇറാനും പറയുന്നത് ഒരിക്കലും തന്നെ ആണവായുധം നിർമ്മിക്കാൻ വേണ്ടി മാത്രമല്ല, സിവിലിയൻ ആവശ്യങ്ങൾക്ക് പോലും അത് ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇറാനെ ഈ ടേബിളിലേക്ക് കൊണ്ടുവരികയും യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തിവെക്കുകയും ചെയ്യുക എന്ന തലത്തിലേക്ക് ഇറാൻ എത്തിക്കുക എന്നുള്ളതായിരിക്കും ഡൊണാൾഡ് ട്രംപ് വിചാരിക്കുന്നത്. പക്ഷേ അതിന് ഇറാൻ വഴങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം. ഇറാൻ ഇത്ര വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാൻ്റെ ആണവ ആയുധ ശേഖരത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പരീക്ഷണ കേന്ദ്രത്തിലേക്ക് എത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നത്താൻസ് ആണവ കേന്ദ്രമാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ പരീക്ഷണ കേന്ദ്രം. അതിൻ്റെ മുകൾ ഭാഗം മാത്രം ആക്രമിക്കാനേ സാധിച്ചിട്ടുള്ളൂ. നത്താൻസിലായിരുന്നാലും അതേപോലെ തന്നെ ഇറാൻ്റെ വിവിധ കേന്ദ്രങ്ങളിലുള്ള അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റികളായിരുന്നാലും അവിടങ്ങളെല്ലാം തന്നെ ഏകദേശം മല തുരന്ന് കിലോമീറ്ററുകൾ താഴെയാണ് അവരുടെ പരീക്ഷണങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആദ്യ ദിവസത്തെ അറ്റാക്ക് മുതൽ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ വരെ ഇസ്രായേലിൻ്റെ ബോംബുകളും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ ആയുധങ്ങളും പതിച്ചിട്ടുള്ളത് അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമാണ്. താഴെ ഭാഗത്തേക്ക് ആക്രമിക്കണമെങ്കിൽ 30,000 പൗണ്ട് ശേഷിയുള്ള ഭാരമുള്ള ബോംബുകൾ വേണം. അത് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ്. ആ ബോംബുകളുള്ളത് തീർച്ചയായും അമേരിക്കയുടെ കൈകളിൽ മാത്രമാണ്. അമേരിക്ക സഹായിച്ചാൽ മാത്രമേ അത്തരമൊരു ആക്രമണം നടത്താൻ സാധിക്കുകയുള്ളൂ. ആ ബോംബുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമേരിക്ക പൂർണ്ണമായും ഈ യുദ്ധത്തിൽ പങ്കാളിയായി എന്നുള്ളതാണ്. അത്തരമൊരു പങ്കാളിത്തം ഉണ്ടാകരുത് എന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ, GCC രാഷ്ട്രങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അത്തരം ഒരു സഹായം നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായും ഗൾഫ് രാഷ്ട്രങ്ങളെ കൂടി ഇറാൻ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകും.